ഇങ്ങനെ നടന്നു പോണ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് ഇങ്ങനെ ഒരു പാന്റ് ഷർട്ട് ഇട്ടിട്ട് ഒരു ഇങ്ങനെ നടന്നു വരികയാണ്. ഏട്ടാ നമ്മുടെയൊക്കെ വീട്ടിലെ നമ്മുടെ ഏട്ടനായി വിജയ് സാറിനെ കണ്ടു. സത്യമാണോ ഈ പറയുന്നത്? സത്യം ആയില്ലെങ്കിൽ ഭഗവതിയാണ് സത്യം. അത് ഇപ്പൊ നമ്മുടെ ഒരു വീട്ടിലൊരാളെ നമ്മുടെ ഒരു ഏട്ടനെ പോലെയാണ് എന്റെ തോളിൽ കയറ്റിട്ട് എന്തിനാ കരയുന്ന ഉണ്ണിക്കണ്ണ പറഞ്ഞ എന്റെ തോളിൽ കൂടെ കയറ്റി. എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ഏട്ടാ, അത് ചേട്ടനാണെന്ന്. എന്നിട്ട് അങ്ങനെ ചേട്ടൻ എന്നെ വാവറിന് തോളിൽ കയറ്റി കൊണ്ടുപോയി കാരവനില്. കാരവനില് ഞാനും വിജയണ്ണനും മാത്രം, നിങ്ങൾ രണ്ടുപേരും മാത്രം. ഒരു 5 മിനിറ്റ് ഇമവെട്ടാതെ ഒരു പുഞ്ചിരി സമ്മാനിച്ച് കണ്ണുകളിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നിട്ട് ഇത്തിരി വെള്ളം കുടിച്ചിട്ട് എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്യുമായിരുന്നു വിജയണ്ണൻ. കണ്ണ് കലങ്ങിയിട്ടാണ് വിജയണ്ണൻ ചോദിച്ചത്. പകച്ചുപോയി എന്റെ ബാല്യം. പോകുമ്പോ ഞാൻ ആരേട്ടാ? നിന്നെ ഞാൻ ഒരുപാട് കളിയാക്കിയിട്ടുണ്ട്, മനസ്സ് നോവുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിന്റെ നന്മക്ക് വേണ്ടിട്ടാ, ജീവിതത്തിലൊരു വാശി ഉണ്ടാവാൻ വേണ്ടിട്ടാ. അതുകൊണ്ടൊക്കെയാ നീ ഇവിടം വരെ എത്തിയത്. എന്നിട്ട് വിജയണ്ണൻ പറഞ്ഞു, എന്തിനാ ഉണ്ണിക്കണ്ണ അങ്ങനെ ചെയ്തത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അപ്പൊ ഞാൻ പറഞ്ഞു, പല പ്രാവശ്യം ശ്രമിച്ചു വിജയണ്ണ കാണാൻ വേണ്ടിയിട്ട്, പല പ്രാവശ്യം. അതുകൊണ്ടാണ് പറഞ്ഞത്. കൊള്ളാം മോനെ, നിന്നെ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. എനിക്ക് പരിപൂർണ വിശ്വാസമായി. ക്ഷമിച്ചോളൂ. എന്നിട്ട് പറഞ്ഞു, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി, ഇവർക്ക് ചായ കുടിച്ചിട്ട് പോയാൽ മതി പറഞ്ഞ. അപ്പൊ നമുക്കൊരു കാപ്പി കുടിച്ചിട്ട് സംസാരിക്കാം. ഞാനിപ്പോ കുടിച്ചോളൂ. എന്റെ ഒരു സന്തോഷത്തിന് കാപ്പി കുടിക്കണം. അയ്യോ ഞാനിപ്പോ കുടിച്ചോളൂ പ്ലീസ്. കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ കണ്ണ് കലങ്ങി സങ്കടത്തോടെ. നമ്മുടെ ദൈവത്തിനെ കണ്ടു, ഇളയ തലപതി, നമ്മുടെ വിജയണ്ണനെ മുത്ത്, നമ്മുടെ വിജയണ്ണനെ കണ്ടു. അപ്പൊ വിളിക്കാനുള്ളവരൊക്കെ വിളിക്ക്, പറയാനുള്ളവരോടൊക്കെ പറയും. നടക്കട്ടെ കാര്യങ്ങൾ നല്ല ഞെരിപ്പായിട്ട്. അപ്പോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വികിലേക്ക് അപ്പ് മുഖ്യം. നമുക്ക് നനച്ചു വേണ്ടി കിട്ടി. ഉണ്ണിക്കണ്ണൻ മകളുടെ ഹൃദയം നിറഞ്ഞുമ്മ. വിജയണ്ണൻ ദൈവമാണ്, ആ ദൈവത്തിനെ നമ്മൾ കണ്ടു. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഇനി ഒന്നുമില്ലല്ലോ പറയാനെ കൊണ്ട്. ഒന്നുമില്ല, പോവാ. അങ്ങനെ പോവല്ലേ? അപ്പം കോൺഗ്രസ് പിരിച്ചുവിട്ടിരിക്കുന്നു. പോയി 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 പോയി. താങ്ക്സ് ഉണ്ടടാ മോനെ ദിനേശ, താങ്ക്സ് അടിച്ചു പൊളിക്കടാ.